Hello friends, welcome to Vinod's English. The Hindu based vocabulary അടുത്ത വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. So without wasting any time, let's go ahead and start with today's word. ഇന്നത്തെ ഫസ്റ്റ് വേർഡ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ പോർട്ടൻ്റ് ആണ്. പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും മോശമായിട്ട് നടക്കും അല്ലെങ്കിൽ സംഭവിക്കും എന്നുള്ളൊരു സൈൻ എന്ന് പറഞ്ഞില്ലേ, നമ്മൾ ഓമേൻ എന്നൊക്കെ പറയില്ലേ. നമ്മൾ ചിലപ്പോൾ സമയത്ത് നമുക്ക് മനസ്സിൽ തന്നെ ചിലപ്പോൾ തോന്നും ഇന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അതിനാണ് പോർട്ടൻ്റ് എന്ന് പറയുന്നത്. സോ സംതിങ് which shows or a sign which shows that something bad is going to happen. That is what it means by portent. Okay, so the dark clouds were a portent of the approaching storm. So dark clouds കണ്ടപ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലായി? storm വരാൻ പോകുന്നു. That is something bad is going to happen. ആ dark cloud അതിൻ്റെ സൈൻ ആയിരുന്നു. സോ ഓമൻ ഓർ സൈന് ആൻറ്റോണി എന്ന് പറഞ്ഞാൽ കോയിൻസിഡൻസ് അല്ലെങ്കിൽ ഇറെലവൻസ്. ഓക്കെ, കോയിൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ബൈ ചാൻസ് നടക്കുന്നത്. ഓമൻ ഈസ് എ സൈൻ ഫോർ സംതിങ് ദാറ്റ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. അടുത്ത് ഇറാറ്റിക്. ഇറാറ്റിക് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മളൊരു വേർഡ് നോക്കിയതുപോലെ തന്നെയാണ്, ഇറഗുലർ ബിഹേവിയർ ആണ്. ഇഫ് സംതിങ് ഈസ് നോട്ട് റെഗുലർ, ദാറ്റ് ഈസ് വാട്ട് വി മീൻ ബൈ ഇറാറ്റിക്. ഓക്കെ, ഇറഗുലർ, ഇൻകൺസിസ്റ്റന്റ്. ഹിസ് ഡ്രൈവിംഗ് വാസ് ഇറാറ്റിക്, മേക്കിംഗ് അതർ ഡ്രൈവേഴ്സ് നെർവസ് ഓൺ ദ റോഡ്. സോ ഈ ഫ്രണ്ടിൽ കൂടെ ഓടിക്കൊണ്ട് ഈ ഡ്രൈവറിൻ്റെ റോഡ് ഡ്രൈവിംഗ് എന്താണ്? ഇറാറ്റിക് ആണ്, വളരെ ഇൻകൺസിസ്റ്റന്റ് ആണ്. ചിലപ്പോൾ ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ട് ജമ്പ് ചെയ്യും. അപ്പോൾ മറ്റുള്ള ഡ്രൈവേഴ്സിന് എന്താണ് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് മീൻസ് ഹിയർ. ഓക്കെ, ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഡ്രൈവിംഗ്. സോ അൺപ്രഡിക്റ്റബിൾ, ഇൻകൺസിസ്റ്റന്റ്, അതാണ് സിനോണിം. ആന്റോണിം എന്ന് പറയുന്നത് സ്റ്റഡി ഓർ റിലയബിൾ. അടുത്ത വേർഡ് എന്ന് പറയുന്നത് സ്ട്രാങ്കൽ ഹോൾഡ്. സ്ട്രാങ്കൽ ഹോൾഡ് ലിറ്ററലി ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആരെങ്കിലും പിടിച്ചടക്കി ഇങ്ങനെ വെച്ചൊക്കെയാണെങ്കിൽ ഉണ്ടല്ലോ, ഫോർ എക്സാമ്പിൾ കഴുത്തിലൂടെ നമ്മൾ പിടിച്ചടക്കി വെച്ചൊക്കെയാണ്, അതിനെ സ്ട്രാങ്കൽ ഹോൾഡ് എന്ന് പറയും. വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ ഒരാളെ പിടിച്ചു വെച്ചേക്കുന്നു. അതിൻ്റെ മെറ്റഫോറിക്കൽ സെൻസിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ പവർ യൂസ് ചെയ്തോ അല്ലെങ്കിൽ മണി യൂസ് ചെയ്തോ വേറെ ഒരാളെ ഡോമിനേറ്റ് ചെയ്യാണ്, അവരെ കൺട്രോൾ ചെയ്യുകയാണെങ്കിലും അതിനെ സ്ട്രാങ്കൽ ഹോൾഡ് എന്ന് പറയും. ബേസിക്കലി അവരെ ശ്വാസം മുട്ടിക്കുന്നു. ഓക്കെ, ഒന്ന് നമ്മൾ പവർ കൊണ്ട് ശ്വാസം മുട്ടിക്കുന്നു, നമ്മൾ മറ്റത് ഫിസിക്കൽ പവർ, മറ്റത് അല്ലാത്ത രീതിയിൽ. സോ യു ആർ ഹോൾഡിംഗ് ദം ബട്ട് നോട്ട് ഫിസിക്കലി ഇൻ ദ മെറ്റഫോറിക്കൽ സെൻസ്. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, സോ ജനറലി അവരുടെ ഫ്രീഡമും മറ്റു രീതിയിലൊക്കെ റെസ്ട്രിക്ട് ചെയ്യും. നമ്മൾ പവർ യൂസ് ചെയ്തിട്ടായിരിക്കും അത് ചെയ്യുന്നത്. യൂസേജ് എന്ന് പറഞ്ഞാൽ ദ കോർപ്പറേഷൻ ഹാഡ് എ സ്ട്രാങ്കൽ ഹോൾഡ് ഓൺ ദ ലോക്കൽ മാർക്കറ്റ്സ്, മേക്കിംഗ് ഇറ്റ് ഹാർഡ് ഫോർ ന്യൂ ബിസിനസ്സസ് ടു കമ്പീറ്റ്. അപ്പോൾ ഈ കോർപ്പറേഷന് ലോക്കൽ മാർക്കറ്റ്സ് അവിടുത്തെ വളരെ ഒരു സ്ട്രോങ് ഹോൾഡ് ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം പുതിയ ബിസിനസ്സിലേക്ക് കയറാൻ പറ്റില്ലായിരുന്നു. ഓക്കെ, പലയിടത്തും ഗുണ്ടായിസം നടക്കുന്നില്ല. ആ ഗുണ്ടകൾക്ക് ആ ലോക്കൽ മാർക്കറ്റിനോട് വളരെ സ്ട്രോങ് ഹോൾഡ് ഉണ്ടാവും. അവരായിരിക്കും ഡിക്റ്റേറ്റ് ചെയ്യുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അപ്പോൾ പുതിയ ഒരാൾക്ക് ഈസിലി എൻ്റർ ചെയ്യാൻ പറ്റില്ല അവർ പറയുന്ന പോലെ ചെയ്തില്ലെങ്കിൽ. സിനോണിം എന്ന് പറയുന്നത് ഗ്രിപ്പ് അല്ലെങ്കിൽ കൺട്രോൾ. ആന്റോണിം എന്ന് പറഞ്ഞാൽ ഫ്രീഡം അല്ലെങ്കിൽ റിലീസ്. ഓക്കെ, ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വേർഡ്. അടുത്ത വേർഡ് എന്താണ്? ഷ്രഗ് ഓഫ്. ഷ്രഗ് ഓഫ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ലിറ്ററൽ മീനിങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മളെ ഷോൾഡറിലൂടെ പ്രൊഡി ഇരിക്കുകയാണെന്ന് വിചാരിച്ചു, അതിന് നമ്മൾ തട്ടിക്കളയുന്നില്ലേ, അതിനാണ് ഷ്രഗ് ഓഫ് എന്ന് ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മളിപ്പോൾ നമുക്കൊരു ക്രിറ്റിസിസം ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് അല്ലെങ്കിൽ നെഗറ്റീവ് പറയുകയാണ്, നമ്മൾ അതിനെ മൈൻഡ് ചെയ്യാതെ അങ്ങ് തള്ളിക്കളയുന്നില്ലേ, അതിനാണ് നമ്മൾ മെറ്റഫോറിക്കൽ സെൻസിൽ അല്ലെങ്കിൽ ഫിഗറേറ്റീവ് സെൻസിൽ യൂസ് ചെയ്യുന്നത്. സോ ഇഫ് യു ആർ ജസ്റ്റ് ഇഗ്നോറിംഗ് a criticism or a negative thing that is being said about you, you say that you have shrugged off the criticism. That is just അങ്ങ് ഇഗ്നോർ ചെയ്തു. ഓക്കെ, അങ്ങ് പുഷിച്ച് കളഞ്ഞു. ഷീ shrugged off the criticism and continued with her work confidently. അവൾ ആ ക്രിറ്റിസിസമിനെ അങ്ങ് തട്ടി കളഞ്ഞിട്ട് അവൾ എന്ത് ചെയ്ത് അവളെ വർക്ക് കോൺഫിഡൻ്റ്ലി അങ്ങ് മുമ്പോട്ട് നടത്തിക്കൊണ്ട് പോയി. ഇഗ്നോർ ചെയ്യുക, ബ്രഷ് അസൈഡ്. ഓക്കെ, അതിനെ അക്നോളജ് ചെയ്യുക. നമ്മൾ ക്രിറ്റിസിസമിനെ അക്നോളജ് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത് ഈ വേർഡ് വരുന്നത്. ഓക്കെ, ആന്റോണിം ആവുന്നത്. ലെറ്റ്സ് സീ നെക്സ്റ്റ് വൺ, ജോസ്ലിംഗ്. ജോസ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ക്രൗഡിനകത്ത് തള്ളലുന്തലും കാണില്ലേ, ഇടിച്ച് തള്ളുക, പുഷ് ചെയ്യുക, അതിനാണ് ജോസ്ലിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇഫ് യു ആർ പുഷിംഗ്, ബംപിംഗ്, റഫ്ലി ഷോവിംഗ്, ദാറ്റ് ഈസ് വാട്ട് വി മീൻ ബൈ ജോസ്ലിംഗ്. ദർ വാസ് എ ലോട്ട് ഓഫ് ജോസ്ലിംഗ് ആസ് പീപ്പിൾ ട്രൈ ടു ഗെറ്റ് ഓൺ ടു ദ ബസ്. അപ്പോൾ ബസ്സിനകത്ത് കയറാൻ വേണ്ടി ഒത്തിരി തള്ളലുന്തലും ഉണ്ടാകുന്നുണ്ടായിരുന്നു. ഓക്കെ, സോ ഷോവിംഗ്, ബംപിംഗ്, മീനിങ് അവോയ്ഡിങ്, ഇവേഡിങ്. ആന്റോണിംസ്. നെക്സ്റ്റ് വേർഡ് പ്രൊപ്പൻസിറ്റി. പ്രൊപ്പൻസിറ്റി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തോടെ ഒരു ഇൻക്ലൈനേഷൻ ഉണ്ടെന്ന് വെച്ചാൽ ഒരു ചായവ്. ഓക്കെ, ചിലപ്പോൾ ഒരു പൊളിറ്റിക്കൽ ആംഗിളിലൂടെ ഇൻക്ലൈനേഷൻ ആയിരിക്കും, ചിലപ്പോൾ റിലീജിയനോടെ ആയിരിക്കും, ചിലപ്പോൾ കാസ്റ്റിനോടെ ആയിരിക്കും. അതിനാണ് പ്രൊപ്പൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്നെസ്, ഒരു ചായവ്. അതിനാണ് ഇൻക്ലൈനേഷനാണ് പ്രൊപ്പൻസിറ്റി എന്ന് പറയുന്നത്. ഷീ ഹാസ് എ പ്രൊപ്പൻസിറ്റി ഫോർ ടേക്കിംഗ് റിസ്ക് വിച്ച് സംടൈംസ് ഗെറ്റ്സ് ഹിം ഇൻ ടു ട്രബിൾ. സോ അവന് എന്തുണ്ട്, റിസ്ക് എടുക്കേണ്ട ഒരു ടെൻഡൻസി ഉണ്ട്, അല്ലെങ്കിൽ പ്രൊപ്പൻസിറ്റി ഉണ്ട്, ഇൻക്ലൈനേഷൻ ഉണ്ട്, ടെൻഡൻസി ഉണ്ട്, ചായവുണ്ട്. അതിൻ്റെ കാരണം പലപ്പോഴും അവൻ പ്രശ്നത്തിൽ ചെന്ന് പെടാറുമുണ്ട്. ടെൻഡൻസി, പ്രീ ഡിസ്പോസിഷൻ. അതിൻ്റെ ആന്റോണിം എന്ന് പറയുന്നത് അവേർഷൻ ഓർ ഡിസിൻക്ലനേഷൻ. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ ഇന്നത്തെ എല്ലാ വേർഡ്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. സോ താങ്ക് യു ഓൾ ഓഫ് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ ബൈ.